ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുലൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ക്രിസ്മസിന് വീട്ടിൽ ഉണ്ടാക്കാൻ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്ലം കേക്ക് ഉണ്ടാക്കാൻ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ്, ഞാൻ ഈ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു 3/4 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 കപ്പ് മൈദയ്ക്കുള്ള റെസിപ്പിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് 3/4 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളൊന്ന് ക്യാരമലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ തവിയിട്ടൊന്നും ഇളക്കണ്ട, അത് ഇട്ട് അങ്ങനെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ കേക്കിനകത്ത് ഒഴിക്കാൻ നേരം ഇത് കട്ടിയായി പോകും. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കിയിട്ട് എടുക്കാം. ഞാൻ ഓവനില്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. ഇതിപ്പോൾ ഞാൻ ഓവനിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു 1/2 കപ്പ് ഈത്തപ്പഴം എടുത്ത് ചെറുതായിട്ടൊന്ന് ഞുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ മുഴുവനെ കിടക്കുന്നതെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് ഒടിച്ചിട്ട് കൊടുക്കണം. ഇനി അടുത്തത് നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ്. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കഴുകി എടുത്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിരുന്ന ഉണക്കമുന്തിരിയാണ്. കറുത്ത മുന്തിരിയുണ്ട്, അല്ലാത്തതുകൊണ്ട് രണ്ടും എടുത്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അല്ലാതെ മറ്റേ പ്ലം കേക്ക് ചെയ്തതിനകത്ത് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് പീൽ ചെയ്ത് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്ന് താന്ന് പോകാതിരിക്കാൻ വേണ്ടി നമുക്കിത് കുറച്ച് മൈദയ്ക്കകത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമ്മൾ പ്ലം കേക്കിന് മാവിലേക്ക് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടി താഴെ പോയി കിടക്കും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു സ്റ്റെപ്പ് ചെയ്യുന്നത്. മൈദയ്ക്കകത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടും നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അതിനു വേണ്ടി ഞാൻ ഇപ്പോൾ എടുക്കുന്നത് 2 കപ്പ് മൈദയാണ്. 250 ml കപ്പിൽ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അതിനുശേഷം ഈ മാവൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ അത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടി എടുക്കാൻ പോകുന്നത് ഒരു 1/4 കപ്പ് ബട്ടറാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ മാത്രം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഓയിൽ കൂടിയാണ് എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 3 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാൻ 3 മീഡിയം സൈസ് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ മുട്ടയും ഓയിലും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബീറ്റർ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാനിപ്പോൾ അടുത്തത് അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്ത് വെച്ചിരുന്നത്. അതൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നന്നായിട്ട് വിസ്ക് വെച്ചൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാനൊന്ന് ബീറ്ററിലൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ക്യാരമൽ ചെയ്തത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഞാൻ ബീറ്റർ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ബീറ്ററിൻ്റെ ബ്ലേഡ് ഒന്ന് മാറ്റിയിട്ടിട്ടുണ്ട്. മറ്റേ ബ്ലേഡ് വെച്ച് അങ്ങോട്ട് പെർഫെക്റ്റായിട്ട് പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ബ്ലേഡ് ഒന്ന് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് ചേർക്കാം. ആദ്യം പൊടി ഇടുമ്പോൾ ബീറ്റ് ചെയ്ത പൊടി പറക്കാതിരിക്കാൻ വേണ്ടി നല്ലതുപോലെ മുട്ടയ്ക്കകത്തേക്കൊന്ന് നമ്മൾ ബീറ്ററിൻ്റെ ബ്ലേഡ് തന്നെ വെച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ബീറ്റർ ഓണാക്കി അതിന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ മുഴുവൻ മാവ് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കൂടി നമുക്കതിലേക്ക് ചേർത്ത് ബീറ്റർ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മാവെന്ന് പറയുന്നത് നല്ല തിക്കായിരിക്കണം, ലൂസാവാൻ പാടില്ല. ലൂസായി കഴിഞ്ഞാൽ നമ്മളിടുന്ന ഈ ഫ്രൂട്ട്സൊക്കെ അടിയിലേക്ക് താന്നു പോകും. അപ്പോൾ നല്ല തിക്ക് വേണം മാവിരിക്കാൻ. ഞാൻ മുഴുവൻ ഫ്രൂട്ട്സ് ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2 പാനിനകത്തായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിപ്പോൾ അതിനകത്ത് എണ്ണയൊക്കെ തൂത്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് 2 പാത്രത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. 1 കിലോയുടെ കേക്ക് ടിന്നിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഒരുമിച്ച് ഒരു പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ 2 ചെറിയ പാത്രത്തിലായിട്ടാണ് ചെയ്തെടുക്കുന്നത്. 2 പാത്രത്തിൻ്റെയും അരഭാഗം വീതം ഞാൻ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ 45 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കേക്ക് 2 ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 2 നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് 2 ഒന്ന് പാത്രത്തിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. പ്ലം കേക്ക് നമ്മൾ ഉണ്ടാക്കി അന്ന് തന്നെ എടുക്കാൻ പാടില്ല. എടുത്താൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തില്ല. 2 ദിവസമെങ്കിലും കഴിഞ്ഞിട്ടേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അപ്പം നമുക്ക് വേണ്ടതിൻ്റെ 2 ദിവസം മുമ്പ് നമ്മളിത് ഉണ്ടാക്കി വെക്കണം. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ടെക്സ്ചറും ടേസ്റ്റും ഒന്നും കിട്ടത്തില്ല. പ്ലം കേക്ക് 2 ദിവസം ഇരുന്ന് കഴിയുമ്പോഴാണ് കറക്റ്റായിട്ട് റെഡിയായി വരുന്നത്. 2 കേക്ക് നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഞാനിത് കേക്കൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നമ്മൾ കേക്ക് മുറിക്കുന്ന കത്തി വെച്ചിട്ട് ആണ് ഞാനിപ്പോൾ കേക്ക് മുറിച്ചെടുക്കുന്നത്. കണ്ടില്ല, നല്ല ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒട്ടും താഴേക്കൊന്നും താന്നു പോയിട്ടില്ല. എല്ലാം കേക്കിൻ്റെ ലെയറുകളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.